ആ ഓമനക്കുട്ടി അതിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് കാണാം. വളരെ ഓമനത്തുള്ള കുട്ടിയാണ്, നല്ല കുസൃതിയാണ്, കൈയും കാലുമൊക്കെ അടങ്ങിയിരിക്കില്ല, കൈയൊക്കെ ഇങ്ങനെ ഉയർത്തുന്ന കാണുന്നുണ്ട് കൊച്ചുകുട്ടി. അതിനെ എങ്ങനെ കൊല്ലാൻ ഒരു അമ്മയ്ക്ക് തോന്നും? അത് ഭർത്താവിനോടുള്ള വൈരാഗ്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയുള്ള കാര്യം കുട്ടിയെ അവിടുന്ന് നഴ്സറി സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, അതിനുശേഷം ആലുവ പുഴയുടെ തീരത്തുകൊണ്ട് നടക്കുന്നു, പിന്നെ മൂഴിക്കുളം ആ പാലത്തിൻ്റെ അവിടുന്ന് കുട്ടിയെ എറിയുന്നു. ഭർത്താവിനോട് വലിയ വൈരാഗ്യമുള്ള സ്ത്രീയാണ്. ഇവരെ മാനസികമായ ചികിത്സയ്ക്കൊക്കെ 1-2 പ്രാവശ്യം കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. അത് കുട്ടിയെ ഒരു ദിവസം ടോർച്ച് വെച്ച് ഇവരടച്ചു. അത് വലിയ വേദന ഉളവാക്കി. ഭർത്താവിനും ഭർത്താവിൻ്റെ അനിയന്മാർക്കൊക്കെ ഈ പൊന്നുമോളെ വലിയ കാര്യമായിട്ടാണ് കൊണ്ടു നടന്നത്. അവർക്കിതെങ്ങനെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരെ ഇന്നലെ വിതുമ്പെന്ന് നമ്മൾ കണ്ടു. പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി അതിനെ ദഹിപ്പിക്കുന്ന സമയത്ത് അവരെല്ലാം കൂടെയുണ്ട്. ഏതായാലും അമ്മ സന്ധ്യ കുലുങ്ങാതെ, അവർക്കൊരു ദുഃഖവും ഇല്ല, പ്രയാസവും ഇല്ല. എന്താണ് അവരെ മാനസികാവസ്ഥയെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരു പ്രതികരണ ശക്തിയില്ലാതെ പോലീസിൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്. കുട്ടി ഏതായാലും നഷ്ടപ്പെട്ടു, കുട്ടി മരിച്ചു. അതാരും പ്രതീക്ഷിച്ചില്ല, പോലീസും നാട്ടുകാരും പ്രതീക്ഷിച്ചില്ല. ചാനലിൽ വലിയ വാർത്തയായി. കേരളത്തിലെ മലയാളികളെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. നമുക്ക് ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം കൊല്ലത്തെ ഒരു കുട്ടിയെ കാണാതെ പോയപ്പം മലയാളികൾ ഒന്നിറങ്ങും റോഡിൽ കൂടെ അവർ ചെക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടിയെ അവർക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചുകൂടെ? അവർക്ക് വേണ്ട, കുട്ടിയെ കൊന്നുകളയുന്ന, അല്ലെങ്കിൽ അവർ സ്വയം ആത്മഹത്യ ചെയ്താലും കുഴപ്പമില്ല, കുട്ടി ജീവിക്കുമല്ലോ. ലോകം കാണാത്ത 2-3 വർഷം മാത്രം ലോകം കണ്ടിരിക്കുന്ന ആ കുട്ടി അമ്മ ചതിക്കുമെന്ന് ഒരിക്കലും ഒരു കുട്ടിക്ക് അറിയില്ല. അതിനുള്ള ബുദ്ധി വികസിച്ചിട്ടുമില്ല. ആ തിരുവാങ്കുളം ആ പാലത്തിൽ നിന്ന് എറിയുമ്പം കൊച്ചു മനസ്സാണ്, 3-3.5 വയസ്സേ ഉള്ളൂ എങ്കിലും അമ്മ ആ പാലത്തിൽ നിന്ന് എറിയുമ്പം കൈവിട്ട് പോകുന്ന അന്തരീക്ഷത്തിൽ കൂടെ ആ കുട്ടി പോകുമ്പം വെള്ളത്തിൽ ചെന്ന് വീണപ്പോൾ 1 സെക്കൻഡ് 2, 3, 4 സെക്കൻഡിനകം വെള്ളത്തിൽ ചെന്നിട്ടുണ്ടാവും. ആ കുട്ടിയുടെ മനസ്സിൽ അമ്മ ചതിച്ചു എന്നുള്ളൊരു വാക്ക് വരുമോ അറിയില്ല എനിക്ക്. കാരണം അത്ര വളർച്ചയുണ്ടോ? എങ്കിലും മരണത്തിലേക്ക് പോകുന്നുവെന്ന് കുട്ടിക്ക് തോന്നുന്നു. കൈവിട്ട് പോയി. അമ്മ പാലത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ കൂടെ താഴോട്ട് വരികയാണ്. ആ 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 4-5 സെക്കൻഡ് എല്ലാവരും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തിച്ച് ചതി, അമ്മ ചതിച്ചു എന്നുള്ളൊരു വാക്ക് പറയാൻ അറിയില്ലെങ്കിലും മനസ്സിൽ കൂടെ കടന്നുപോയോ എന്ന് എനിക്ക് സംശയം. നമ്മളെ എല്ലാവരും വേദനപ്പെടുത്തുന്ന ഒരു സംഭവമാണത്. ഇതുപോലെയുള്ള സംഭവങ്ങളിൽ കുട്ടികളെ അല്ലെങ്കിൽ മക്കളെ കൊല്ലുന്ന എന്തിന്, അവരെ കൊന്ന് തീ വെച്ച് ചുടുന്ന കാണുന്നതൊക്കെ നമ്മൾ കാണുന്ന മാതാപിതാക്കൾ. അവരെ വിട്ടുകളയുക. നമുക്ക് കുട്ടികളെ രാജ്യത്തിന് വേണം. പല ആൾക്കാർക്കും കുട്ടികളില്ലാത്തൊരു 100 പേര് കുട്ടികളെ തപ്പി നടക്കുകയാണ് ഒരു കുട്ടിയെ കിട്ടാൻ. അതുകൊണ്ട് ആ കുട്ടിയുടെ കാര്യത്തിൽ ആരും അപ്പനും അമ്മയും ഇനി മേലിൽ ആരും ദുഃഖപ്പെടേണ്ട, വിഷമിക്കേണ്ട. ഇവിടെ ഗവൺമെൻറ്റുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, അവരെ ഇടയ്ക്ക് പുറകെ നടക്കുന്നുണ്ട് പല മാതാപിതാക്കളും കുട്ടികളില്ലാത്തവരെ. ഏത് കുട്ടിയെ കിട്ടിയാലും അവർക്ക് മതി. അതുകൊണ്ട് ആ കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നവർ എപ്പോഴും മനസ്സിൽ കരുതണം. നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് നമുക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷം, അവർ ആത്മഹത്യയ്ക്ക് പോകുന്നത് നമുക്കാർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു വീക്ക് നിമിഷത്തിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ അങ്ങനെ ചിന്തിക്കുമ്പോൾ, അങ്ങനെ ചിന്ത വരുന്നവർ ആ കുട്ടിയെ അയൽവക്കത്തെ വീട്ടിലേക്ക് പറഞ്ഞു വിട്, അല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ച് അവർ വളർന്നോളും. നിങ്ങൾ വളർത്തുന്നതിനെക്കാളും നല്ല രീതിയിൽ അവർ വളരും. കാരണം അതിനുള്ള സംവിധാനം കേരളത്തിലുണ്ട്, കേരളത്തിലെ മലയാളികൾക്കുണ്ട്. അവരെല്ലാവരും സഹായിക്കുന്നവരാണ്. കുട്ടികളില്ലാത്തവർ അവരെ ദത്തെടുത്തോളും. നിങ്ങൾ നല്ല ബെറ്ററായിട്ട് പൊക്കും. ഇവിടെ പല കുട്ടികളെ നേരത്തെയൊക്കെ വിദേശികൾ പലരും ദത്തെടുത്തുകൊണ്ട് പോയി. അവർ 10, 40, 45 വയസ്സായിട്ട് അവരുടെ മാതാപിതാക്കളെ തപ്പി കേരളത്തിൽ വരുന്നതൊക്കെ കാണുന്നുണ്ട്. ചിലർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് നിവൃത്തിയില്ലാതെ പട്ടിണി കൊണ്ട് ഉപേക്ഷിച്ച് പോയതാണ്, അല്ലെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോയതായി, അല്ലെങ്കിൽ അമ്മത്തൊട്ടിൽ കിട്ടവരായിരിക്കാം. നേരത്തെ മുതൽ കേരളത്തിൽ വളരെയധികം കുട്ടികൾ, ആരും ഇല്ലാത്ത കുട്ടികൾ, അല്ലെ അമ്മമാർ വളർത്താൻ കഴിവില്ലാത്ത പല കുട്ടികളും വിദേശികളിൽ പോയി പല രാജ്യത്തുനിന്ന് അവർ അവിടെ കല്യാണം കഴിച്ചു, അവിടുത്തെ പൗരനായി, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരെ വിവാഹം കഴിച്ച് കുട്ടികളുമായിട്ട് വന്നവരുമുണ്ട്. അവരുടെ പൂർവികരെ തപ്പി പള്ളികളിലും അമ്പലങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെ പല സ്ഥലത്തും അവർ പോയി അന്വേഷിക്കുന്നത് നമുക്ക് പത്രങ്ങളിലും ചാനലിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ കൊന്നുകളയരുത്, അതിനൊരിക്കലും തുനിയരുത്. നിങ്ങൾ ജീവിതം മടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിൽ ആ വഴിക്കുള്ള പൊക്കോളൂ. പക്ഷേ കുട്ടികളെയും
മറ്റുള്ളവരെയും കൊല്ലാൻ പോകരുത്. കാരണം ഡ്രഗ്സ് അടിച്ചിപ്പം അമ്മയും സഹോദരങ്ങളെയൊക്കെ കൊല്ലുന്ന ധാരാളം പേരും മക്കളെയൊക്കെ നമ്മൾ കാണുവാണ്. അങ്ങനെയുള്ള ചിന്തകൾ വരുന്നവരൊക്കെ ദയവ് ചെയ്ത് അത് മാറി ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ചെയ്ത് നിർത്തിയില്ലെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അല്ലാതെ നിങ്ങളെ മറ്റുള്ളവരെയും കൊന്നിട്ട് നിങ്ങൾ പോയി ചാകുന്നത് ഒരിക്കലും ശരിയല്ല. ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഈ കൊച്ച് നമ്മൾ ആലോചിക്കണം, 3-3.5 വയസ്സേ ഉള്ളൂ, ജീവിതം കണ്ടിട്ടില്ല, എത്രയോ വർഷം ജീവിക്കേണ്ട കുട്ടിയാണ്. അതൊക്കെ തല്ലി തകർത്തത് ആ കുട്ടി അല്ല, കുട്ടിയുടെ സ്വന്തം അമ്മയാണെന്ന് വിചാരിച്ചോണം. അതുകൊണ്ട് അമ്മമാരും അപ്പന്മാരും കുട്ടികളെ വിട്ടുകളാ. നമ്മൾ അറിഞ്ഞല്ലോ, നമ്മൾ ഏറ്റുമാനൂർ കണ്ടില്ലേ, അമ്മ 2 കുട്ടികളായിട്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടിയത്. അതുപോലെ പുഴയിൽ ചാടിയത് നമ്മൾ കണ്ടല്ലോ, ഏറ്റുമാനൂരിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുട്ടികളെ വിടുക, അവർ നന്നായിട്ട് വളർന്നോളും. നിങ്ങൾ ദുഃഖിക്കരുത്, വിഷമിക്കരുത്. അതുകൊണ്ട് ഈ കൊച്ചിൻ്റെ ആ ഫോട്ടോ കണ്ടപ്പം മുതൽ ആ ഫോട്ടോ നമ്മൾ അത്ര ഓമനത്തുള്ളൊരു കുട്ടി, അത് 3 വയസ്സുള്ളെങ്കിലും കൈകൊണ്ട് ചില ആംഗ്യമൊക്കെ കാണിച്ചാണ് ആ ഫോട്ടോയിൽ നിൽക്കുന്നത്. അത് എപ്പോഴും ഒരു കുസൃതി കളിക്കുന്ന ഒരു കുട്ടിയാണ്. അതിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം, നമ്മളെയൊക്കെ സങ്കടം ഉണർത്തുന്ന ഒരു സംഭവമായിപ്പോയി അത്.